യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു ദിവസം സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ പലപ്പോഴായി ദൈവത്തോട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളിൽ അനുകമ്പയില്ലാതെ വരുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ വിധിക്കുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ ഒക്കെ നമ്മൾ ദൈവത്തോട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ സ്നേഹനിധിയായ പിതാവ് നമ്മളോട് ക്ഷമിക്കുകയും നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ദിവസം കാണുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരിൽ നമുക്ക് ദൈവത്തെ കാണാം. അനുകമ്പയോടെ അവരെ നമുക്ക് സഹായിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് സഹായിക്കുമ്പോൾ ദൈവം നമ്മളെയും സഹായിക്കും. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. ആ കർത്താവ് നമ്മുടെ മുമ്പിലും പിമ്പിലും വശങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിനും നമ്മളെ നടത്തുന്നതിനും നന്ദി പറയാം. ആ ദൈവം ഈ നിമിഷം വരെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമ്പത്തിനും പൂർണ്ണ സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറയാം. കാരണം അവനാണ് ദാതാവ്. നമ്മൾ സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. ആ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്ക് വിനയത്തോടെ ദൈവകരുണയ്ക്കായി നമുക്ക് യാചിക്കാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവീക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മളെ നേരായ വഴിക്ക് നടത്തട്ടെ. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും തുറന്നു തരട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഇന്ന് നിറവേറട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം അവരെ എല്ലാം തൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനപ്രിയനും എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.